ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന മലപ്പുറം പൊന്നാനി സ്വദേശിനിയുടെ പരാതിയിൽ നടപടിയെടുക്കാതെ സർക്കാർ. മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിജീവിത പൊന്നാനി സ്റ്റേഷനിൽ നേരിട്ടെത്തി ഇന്ന് പരാതി നൽകി. ഞങ്ങൾ പോയിട്ട് 1 മണിക്കൂറോളം ഞങ്ങളവിടെ ഇരുത്തിയിട്ട് ഒരു നടപടി ഞങ്ങൾക്ക് തന്നില്ല. കുറേ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വിളിച്ച് വക്കീലിനെ എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾക്ക് FIR ഒന്നും തന്നില്ല. റെസീറ്റ് പോയി മേടിച്ചിട്ട് പൊയ്ക്കോന്ന് അറിഞ്ഞു. അപ്പോഴേ ഞങ്ങൾ റെസീറ്റ് മേടിച്ച് വന്ന് അപ്പോൾ ഒരു താരം നോട്ടം എൻ്റെ കേസ് പോലും അയാൾ അറ്റൻഡ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കാവട്ടെ എൻ്റെ കൂടെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല. ഭയങ്കര ദേഷ്യം പിടിച്ച പോലെയാണ് മുഖം കാണിച്ചത് ഞങ്ങളോട്. നല്ല രീതിയിലല്ല പെരുമാറി. ഇല്ല നല്ല രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല. പ്രാഥമിക അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ FIR രജിസ്റ്റർ ചെയ്യാനാകൂ എന്നാണ് പോലീസിന്റെ നിലപാട്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, FIR ഇടാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ്. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. അതോടൊപ്പം ഇന്ന് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി. എന്തുകൊണ്ടാണ് FIR ഇടാത്തത്? പോലീസിലെ ഉന്നതർ ചൂഷണം ചെയ്തു എന്ന യുവതിയുടെ പരാതിയിൽ ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 376 കോഗ്നിസിബിൾ ഒഫൻസ് എന്നുള്ളത് പരാതി കിട്ടിയാൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് നടപടികൾ തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ രീതി. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയെ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നലെ രാവിലെ 8:30 മുഖ്യമന്ത്രിയും DGPയും അടക്കമുള്ളവർക്ക് അതിജീവിത പരാതി നൽകിയത്. പക്ഷേ ആ പരാതിയിൽ ഇന്ന് രാവിലെ വരെ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. 24 മണിക്കൂർ പിന്നിട്ടതോടുകൂടിയാണ് ആ പരാതി നേരിട്ട് നൽകുന്നതിന് വേണ്ടി അതിജീവിത തീരുമാനിക്കുകയും 2-3 അഭിഭാഷകർക്കൊപ്പം പൊന്നാനി പോലീസ് സ്റ്റേഷനിലെത്തുകയും ചെയ്തത്. അങ്ങനെ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്നും FIR രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായില്ല. വേണമെങ്കിൽ റെസിപ്റ്റ് സ്വീകരിച്ചോളൂ എന്ന നിലപാടാണ് CI സ്വീകരിച്ചത്. മാത്രമല്ല മൊഴിയെടുക്കണം എന്ന് പരാതിക്കാരി ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ മൊഴിയെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് അതിലും പോലീസ് സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല ഇന്നലെയാണെങ്കിൽ ഈ സ്ത്രീ ആരോപണം ഉന്നയിച്ച CI ഇവർ മോശക്കാരിയായ സ്ത്രീയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയാണെന്നും പലരിൽ നിന്നും പണം വാങ്ങുന്നതിന് വേണ്ടിയുള്ള പരാതികളും കേസുകളുമായി മുന്നോട്ട് പോകുന്ന സ്ത്രീയാണെന്നുമാണ് പറഞ്ഞത്. പക്ഷേ അത് തിരുത്തിക്കൊണ്ട് ഇന്ന് മറുപടിയുമായി എത്തിയിട്ടുണ്ട്. തനിക്കെതിരെ അങ്ങനെ ഒരു കേസില്ല, അങ്ങനെ ഒരു പരാതി കൊടുക്കുന്ന ആളല്ല എന്ന വിശദീകരണം നടത്തി. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കേസുകളൊന്നും ഇവരുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതുമാണ് നമുക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചുരുക്കത്തിൽ ഈ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരോപണ വിധേയനായ നിലവിൽ സർവീസിലുള്ള CI പരസ്യമായി ഈ സ്ത്രീ മോശക്കാരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിലെ ഉന്നതർ SP സുജിത് ദാസിനെതിരെയും DYSP VV ബെന്നിക്കെതിരെയും CI വിനോദിനുമെതിരായ ഈ പരാതി പൂർണ്ണമായി അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏതാണ്ട് ഈ പറയുന്ന പരാതി സമർപ്പിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസമാകാൻ പോകുന്നു. ഈ സമയവും ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും പരാതിക്കാരി നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല നീതി കിട്ടുന്നത് വരെ ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്ന് അതിജീവിത പറയുകയാണ്. ഇന്നിപ്പോൾ പരാതിക്കാരിയുടെ കൂടെ വന്ന അഭിഭാഷകർ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയുമാണ്. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്